ഹായ് ഹലോ നമ്മൾ ഗേൾസിനൊക്കെ നഖമൊക്കെ നല്ല നീട്ടി വളർത്തിയിട്ട് പല കളർ നെയിൽ പോളിഷൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ നെയിൽ പോളിഷ് റിമൂവറും വാങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും SK ബ്യൂട്ടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ നെയിൽ പോളിഷ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പിറകിലായിട്ട് കാംഫർ അതുപോലെ തന്നെ ഫോർമാൽഡിഹൈഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു നെയിൽ പോളിഷ് എന്തായാലും യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം നെയിൽ പോളിഷിന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വലിയ കെമിക്കൽസ് ആണ് ഇത് രണ്ടും. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് പെട്ടെന്ന് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലൂടെ അബ്സോർവ് ആകുന്നുണ്ട് എന്നാണ്. ഇനി നിങ്ങൾ ഡാർക്ക് കളർ നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത ശേഷം നിങ്ങളുടെ നഖം നല്ല യെല്ലോ കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ആ ഒരു നെയിൽ പോളിഷ് നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം അതിലടങ്ങിയിട്ടുള്ള അസറ്റോൺ എന്നൊരു കെമിക്കൽസ് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കളർ നെയിലിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അസറ്റോൺ എന്ന കെമിക്കലുള്ള നെയിൽ പോളിഷ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നഖത്തിൻ്റെ ചുറ്റിലുള്ള സ്കിന്നിലാകുമ്പോൾ നിങ്ങൾക്ക് നീറ്റൽ പുകച്ചിലൊക്കെ ഉണ്ടാവാം. ഇങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു നെയിൽ പോളിഷിൽ അസറ്റോൺ എന്ന കെമിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടാവും. ഇനി അടുത്തത് നെയിൽ പോളിഷ് റിമൂവർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നെയിൽ പോളിഷ് റിമൂവറുകളിലും അസറ്റോൺ എന്ന കെമിക്കൽസ് ഉണ്ടാവും. ഇനി നല്ല നെയിൽ പോളിഷ് റിമൂവർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നോൺ അസറ്റോൺ എന്നുള്ള നെയിൽ പോളിഷ് റിമൂവർ വാങ്ങുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിൽ കെമിക്കൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല, പകരം മിനറൽ ഓയിൽ, വൈറ്റമിൻ എ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ നെയിൽ പോളിഷ് റിമൂവർ ഒന്നും തന്നെ ഇല്ലാതെയും നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം കേട്ടോ. അതിന് നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നഖം അതിലേക്ക് മുക്കി വെക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നെയിൽ പോളിഷ് കളയുകയാണെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ഹെയർ സ്പ്രേ, സാനിറ്റൈസർ, ടൂത്ത് പേസ്റ്റ്, പിന്നെ നമ്മുടെ ബോഡി സ്പ്രേ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നെയിൽ പോളിഷ് പെട്ടെന്ന് റിമൂവ് ചെയ്യാം. അപ്പം നിങ്ങൾ നഖമൊക്കെ നീട്ടി വളർത്തി പല കളർ നെയിൽ പോളിഷ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി നെയിൽ പോളിഷ് റിമൂവറും വാങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ നെയിൽ പോളിഷിനോട് ക്രേസുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.